പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കാരാഗൃഹത്തിൽ വധശിക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞ പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ രക്ഷപ്പെടുത്തിയൊരു സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെടാൻ പോകുന്നതിൻ്റെ തലേ രാത്രി കയ്യിലും കാലിലും ചങ്ങലകളിട്ട് ബന്ധിച്ച് 2 പടയാളികളുടെ മധ്യേ കിടക്കുന്ന പത്രോസ് സുഖമായി ഉറങ്ങുകയാണ്. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെ ചങ്ങലക്കിടാൻ കാരണം? എന്താണ് അയാൾ ഉറങ്ങാൻ പ്രേരിപ്പിച്ചത്? ശിശുവായ യേശുവിനെ വധിക്കാൻ ശ്രമിച്ച ഹെറോദേസ് മഹാരാജാവിൻ്റെ പുത്രനാണ് അരിസ്റ്റോബുളോസ്. ആ അരിസ്റ്റോബുളോസിൻ്റെ മകൻ അഗ്രിപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹെറോദേസ് എന്നാണ് ബൈബിൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അഗ്രിപ്പ ഒന്നാമൻ എന്ന് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. AD 41 മുതൽ 44 വരെ യൂദയായുടെ മുഴുവനും, ഹെറോദേസ് മഹാരാജാവ് ഭരിച്ചിരുന്ന ആ പ്രദേശത്തിൻ്റെ മുഴുവനും രാജാവായി റോമൻ സെനറ്റ് നിശ്ചയിച്ച വ്യക്തിയായിരുന്നു അഗ്രിപ്പ. അഗ്രിപ്പ യഹൂദരെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. യേശുവിൻ്റെ അപ്പസ്തോലനും യോഹന്നാൻ്റെ സഹോദരനുമായ യാക്കോബിനെ അദ്ദേഹം വധിച്ചു. അത് യഹൂദർക്ക് വലിയ ഇഷ്ടമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ശിഷ്യപ്രധാനനായ പത്രോസിനെയും വധിക്കാനായിട്ട് തീരുമാനിച്ചു. പിടിച്ചു തടവിലാക്കി. പെസഹാക്കാലം കഴിഞ്ഞാൽ ഉടനെ പരസ്യമായി കൊണ്ടുവന്ന് കൊല ചെയ്യണമെന്നായിരുന്നു ഹെറോദേസിൻ്റെ തീരുമാനം. യാക്കോബിനെ വധിച്ച ആ ഹെറോദേസ് തന്നെ വധിക്കുമെന്ന് പത്രോസിന് തീർച്ചയാണ്. പക്ഷേ തൻ്റെ മരണം പിറ്റേ ദിവസം സംഭവിക്കുമെന്ന് അറിയുമ്പോഴും പത്രോസ് സുഖമായി കിടന്നുറങ്ങുകയാണ്. എന്താണ് അദ്ദേഹത്തിന് അതിനെ പ്രേരിപ്പിച്ചത്? പത്രോസിന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം പത്രോസ് വിശ്വസിച്ചിരുന്നു. പത്രോസ് വിശ്വസിച്ചത് തന്നെ വിളിച്ച യേശുവിലാണ്. ഗലീലി തടാകതീരത്ത് വെച്ച് കണ്ടുമുട്ടിയ നിമിഷം മുതൽ യേശുവുമായിട്ടുള്ള ഒരു നിരന്തരമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വീടും കുടുംബവും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് പത്രോസിന് അറിയില്ല. പക്ഷേ ഒരു കാര്യം പത്രോസിന് ആവശ്യമുണ്ടായിരുന്നു: യേശുവിനെ അനുഗമിക്കണം, യേശുവിൻ്റെ അവസാനം വരെ യേശുവിനോട് കൂടി ആയിരിക്കുക. പക്ഷേ ഒരു ദിവസം ആ രാത്രിയിൽ, എല്ലാം തകർന്നു വീണ രാത്രിയിൽ പത്രോസും ഭീരുവായി. ഞാനവനെ അറിയില്ല എന്ന് 3 തവണ തള്ളി പറയേണ്ടി വന്നു, ഒളിച്ചോടി. ആ ഒരു രാത്രിയുടെ ഓർമ്മ അത് അദ്ദേഹത്തിൻ്റെ ഒരു കയ്പായ വിഷമായിരുന്നു. കണ്ണീര് അദ്ദേഹത്തിൻ്റെ കവിളിലൂടെ ഒഴുകി 2 കവിളിലും ചാലുകീറിയെന്നാണ് പാരമ്പര്യം പറയുക. ഇപ്രകാരം തള്ളിപ്പറഞ്ഞ ശിഷ്യപ്രധാനനെ ഗലീലി തടാകതീരത്ത് വെച്ച് തന്നെ യേശു വീണ്ടും കണ്ടുമുട്ടി. 3 തവണ തള്ളിപ്പറഞ്ഞവനെ 3 തവണ തൻ്റെ സ്നേഹം ഏറ്റുപറയാനായിട്ട് കർത്താവ് അനുവദിച്ചിരുന്നു. അങ്ങനെ തൻ്റെ കണ്ണീരിലൂടെ, സ്നേഹത്തിലൂടെ തൻ്റെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ പത്രോസിന് ഒരു കാര്യം നിശ്ചയമായിരുന്നു: താൻ എന്നും ഗുരുവിൻ്റെ കൂടെ ആയിരിക്കും. യേശു തന്നെ അവന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. നിനക്കിപ്പോൾ, നിന്റെ ചെറുപ്പകാലത്ത് നിനക്കിഷ്ടമുള്ളിടത്ത് നടക്കുന്നു. പക്ഷേ നിനക്ക് പ്രായമാകുമ്പോൾ നീ കൈ നീട്ടും, മറ്റൊരുവൻ നിൻ്റെ അരകെട്ടും, അരമുറുക്കും, നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് അവർ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അവൻ എപ്രകാരമാണ് മരിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞതെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു മരിച്ചതുപോലെ മരിക്കാൻ തനിക്ക് അവസരം കിട്ടുന്നത് അനുഗ്രഹമായി കരുതിയ പത്രോസിന് ഒന്നിനെക്കുറിച്ചും ഭയമുണ്ടായിരുന്നില്ല. മരണം എനിക്ക് നേട്ടമാണ്, ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, മരണം എനിക്ക് നേട്ടമാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശിഷ്യന് മരണം ഒരിക്കലും ഒരു ഭീഷണിയാവുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമായി കിടന്നുറങ്ങാൻ സാധിച്ചു. എനിക്ക് സംഭവിക്കുന്ന ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. ജീവിതവും മരണവും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. ഈ ഒരു ബോധ്യം പത്രോസിനുണ്ടായിരുന്നു. പക്ഷേ പത്രോസ് ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. മർക്കോസിൻ്റെ വീട്ടിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു തടവറയിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി. ശിഷ്യപ്രധാനി തടവറയിൽ കിടക്കുമ്പോൾ ശിഷ്യ സമൂഹം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ, തടവറയിൽ കിടക്കുന്നവർ, പീഡനങ്ങളേൽക്കുന്നവർ, അവർക്ക് വേണ്ടി നിരന്തരമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട്. അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കർത്താവിൻ്റെ ദൂതൻ തടവറയിലേക്ക് ഇറങ്ങി വന്നു. ചങ്ങലകൾ അഴിഞ്ഞുമാറി, വാതിലുകൾ താനേ തുറന്നു. പത്രോസ് മോചിതനായി. ഇന്നും ഇത് തന്നെ സംഭവിക്കും. മരണത്തെ ഭയപ്പെടാത്തവർ, യേശുവിനെ അനുഗമിക്കാനായിട്ടുള്ള സന്നദ്ധതയിൽ ഏതു ത്യാഗവും ക്ലേശവും നേരിടാൻ തയ്യാറാകുന്നവർ, അവരെ ഒരു തടവറയ്ക്കും തടഞ്ഞു നിർത്താനാവില്ല, ഒരു ചങ്ങലയ്ക്കും അവരെ ബന്ധിക്കാനാവുകയില്ല.
ക്രൈസ്തവ കൂട്ടായ്മ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയാണ്. പ്രാർത്ഥനയിലൂടെയാണ് ശക്തി ആർജിക്കുക. ഇപ്രകാരം ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകാനും ആ സാക്ഷ്യം നൽകുന്നവരെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ.